വായുധം മെല്ലെ മിഴികൾ അടച്ചു കിടന്നു. ത്രിലോകിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുഖം അറിയാത്തൊരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ അവന്റെ ചെവിയിൽ മുഴങ്ങി. കണ്ണടച്ചു കിടക്കുന്ന ത്രിലോകിന്റെ ചെന്നിയിലൂടെ കണ്ണീർ ഒഴുകി. പിറ്റേന്ന് രാവിലെ ഉണർന്നിട്ടും വായുധു അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു കിടന്നു. ത്രിലോക് അവളെ അടർത്തി മാറ്റി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വായുധു ഇറുക്കി കെട്ടിപ്പിടിച്ചു കിടക്കുന്നുണ്ട്. ത്രിലോക് ഒന്ന് ചിരിച്ചു. വായിച്ചു. ത്രിലോക് അവളുടെ ചെവിയിൽ മെല്ലെ വിളിച്ചു. വായുധു കുറുകിക്കൊണ്ട് അവനോട് ചേർന്ന് കിടന്നു. പോണ്ട ത്രിലോക്, എനിക്ക് പേടിയാവുന്നു. ത്രിലോക് ചാരിയിരുന്ന് അവളെ നോക്കി. വായുധുവിന്റെ മുഖത്ത് നല്ല വിഷമമുണ്ട്. ത്രിലോക് കിടന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവനിലേക്ക് വലിച്ചു പിടിച്ചു. വായുധു ഒന്ന് വിറച്ചു. എത്ര നാളുകൾക്ക് ശേഷം ത്രിലോകിന്റെ സ്പർശനങ്ങൾ. ത്രിലോക് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. വായുധു മിഴികൾ മെല്ലെ അടച്ചു. വീണ്ടും അവൾ ഇറുക്കി കെട്ടിപ്പിടിച്ചപ്പോൾ ത്രിലോക് ഒന്ന് നിശ്വസിച്ച് വീണ്ടും അവിടെ കിടന്നു. ഇനി ലേറ്റായാൽ ശരിയാവില്ലടാ, വായുധുവിനോട് മെല്ലെ പറഞ്ഞിട്ട് ത്രിലോക് എഴുന്നേറ്റു. വായുധും പിന്നെ കിടക്കാൻ നിന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വായുധു കഴിക്കാതിരിക്കുന്നത് ത്രിലോക് ശ്രദ്ധിച്ചു. വായിച്ചു കഴിക്കുന്നില്ലേ? ത്രിലോക് ചോദിച്ചു. വായുധു താല്പര്യമില്ലാതെ എന്തൊക്കെയോ നുള്ളിപ്പെറുക്കി തിന്നു. കഴിച്ചു കഴിഞ്ഞതും ത്രിലോക് റെഡിയായി. വായുധു ആണെങ്കിൽ മുഖം വീർപ്പിച്ച് ബെഡിലിരിക്കുന്നുണ്ട്. വാ, അവൻ കൈ നീട്ടി. വായുധു നെറ്റി ചുളിച്ചു. ഒന്ന് നടന്നിട്ട് വരാം. ത്രിലോക് നീട്ടിയ കൈയിലേക്ക് വായുധു കൈ ചേർത്തു. രണ്ടാളെ ഇറങ്ങി പുറത്തേക്ക് നടന്നു. മുന്തിരിത്തോപ്പിലൂടെ കൈകോർത്തു നടക്കുമ്പോൾ രണ്ടാളുടെയും മനസ്സിൽ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞായിരുന്നു. കൺമുന്നിൽ കണ്ടില്ലെങ്കിലും ആ വാർത്ത കേട്ടപ്പോൾ മുതൽ ത്രിലോക് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. കുറെ കൊതിച്ചിരുന്നു. പക്ഷെ പ്രതീക്ഷിക്കാതെ വന്ന കുഞ്ഞിനെ സംരക്ഷിക്കാനും കഴിഞ്ഞില്ല. ത്രിലോക്, വായുധു അവന്റെ തോളിൽ ചാഞ്ഞു. നമ്മുടെ കുഞ്ഞിനെ കുറിച്ചല്ലേ ആലോചിച്ചത്? അവളുടെ ശബ്ദത്തിൽ സങ്കടം നിഴലിച്ചു. നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ പോലെ അവരെയൊക്കെ ഇല്ലാതാക്കട്ടെ? വേണ്ട, എനിക്ക് പേടിയാ. വായുധുവിന്റെ കൈകൾ അവന്റെ കയ്യിൽ മുറുകി. വായുധു, അബോർഷൻ എന്താണെന്ന് അറിയോ നിനക്ക്? ഒരു കുഞ്ഞിനെ ജീവനോടെ അരച്ചില്ലാതാക്കും. എൻ്റെ കുഞ്ഞിന് അതുപോലെ അവര്. ത്രിലോക് അല്പം ദേഷ്യത്തോടെയും വിഷമത്തോടെയും പറഞ്ഞു നിർത്തിയപ്പോൾ വായുധു വിതുമ്പലോടെ തല താഴ്ത്തി. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മളറിയാതെ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവർ സുഖിച്ച് ജീവിക്കുമ്പോൾ നിനക്ക് സമാധാനം കിട്ടുമോ? ത്രിലോക് ചോദിച്ചു. വായുധു തല വിലങ്ങനെയാട്ടി. പറ, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണോ? ത്രിലോക് ചോദിച്ചു. വേണ്ട, കൊല്ലണം. ഓരോന്നിനെയും ഇഞ്ചിഞ്ചായി കൊല്ലണം. വായുധു കണ്ണീർ തുടച്ചു. കൊല്ലും. അവരുടെയൊക്കെ അവസാന ശ്വാസം നിന്റെ കൺമുന്നിലായിരിക്കും. കോർത്ത് പിടിച്ച കൈ തിരിച്ചു പിടിച്ച് അവൻ സത്യം ചെയ്തു കൊടുത്തു. പക്ഷെ നീ തളരരുത്. ഇവിടെ എല്ലാവരും ഉണ്ടാവും. ഇരുചെവി അറിയില്ല. ത്രിലോക് വായുധുവിന്റെ തോളിൽ തട്ടി. അവൾ തലയാട്ടി. കാറിൽ കയറുമ്പോൾ അവൻ മുരുകനെ ഒന്ന് നോക്കി. അതറിഞ്ഞ പോലെ മുരുകൻ ഇരുകണ്ണും അടച്ചു കാണിച്ചു. ത്രിലോക് വായുധുവിനെ നോക്കി തലയാട്ടി കാറിൽ കയറി. കാർ അകന്ന് പോകുന്നതിനനുസരിച്ച് വായുധുവിന്റെ മനസ്സിൽ ഇരുട്ട് പടർന്നു. ഒറ്റപ്പെടലോടെ അവൾ റൂമിലേക്ക് ഒതുങ്ങി. ത്രിലോക് ആദ്യം പോയത് വീട്ടിലേക്കാണ്. മുഖത്തെ സന്തോഷം തല്ലിക്കെടുത്തി ഭാര്യ മരിച്ച ദുഃഖത്തിൽ കഴിയുന്ന നല്ലൊരു ഭർത്താവായി അവൻ ഉള്ളിലേക്ക് കയറി. ഹാളിൽ തന്നെ ഇരുന്ന് സിമി TV കാണുന്നുണ്ട്. താൻ വന്നതുപോലും അറിഞ്ഞിട്ടില്ല. വായുധുവിന്റെ ഫോട്ടോ അവിടെ ഒന്നും കാണാനില്ല. ത്രിലോക് ചുറ്റും നോക്കി അടുക്കളയിലേക്ക് നടന്നു. വായുധുവിന്റെ അമ്മ പാത്രം കഴുകുന്നുണ്ട്. രേഷ്മ അവർ ചെയ്യുന്ന ജോലി നോക്കി അടുക്കളയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അമ്മേ, വിളി കേട്ട് രേഷ്മയും ശാന്തിയും ഒരുമിച്ച് തിരിഞ്ഞു. മോൻ വന്നോ? നിറഞ്ഞ കണ്ണോടെ ശാന്തി ഓടി വന്നപ്പോൾ രേഷ്മ വേഗം തല താഴ്ത്തി. എവിടെയായിരുന്നു? അച്ഛനും ഞാനും പേടിച്ചു. വിളിച്ചാൽ എടുക്കുന്നില്ലെന്ന് അജി പറഞ്ഞു. ശാന്തി തന്റെ മുഷിഞ്ഞ സാരിത്തുമ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ചു. ഇവിടെ ഇരുന്നാൽ ഓരോന്നോർത്ത് ഭ്രാന്ത് വരും. അതാ മാറി നിന്നത്, ത്രിലോക് പറഞ്ഞു. മോൻ എന്തെങ്കിലും കഴിച്ചോ? അമ്മ കഴിക്കാൻ എടുക്കാം. വേണ്ട, അമ്മ പോയി കുളിച്ച് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്. അച്ഛനെവിടെ? അച്ഛൻ മുറിയിലുണ്ട്. ശരി, അമ്മ ചെല്ല്. അല്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ശാന്തി തിരിഞ്ഞ് എച്ചിൽ പാത്രങ്ങൾ നോക്കി. അതൊക്കെ പിന്നെ, ഇപ്പോൾ അമ്മ ചെല്ല്. ശാന്തിയെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ട് ത്രിലോക് രൂക്ഷമായി തൻ്റെ അമ്മയെ നോക്കി. അവളെ വിളിക്ക്, ത്രിലോക് പറഞ്ഞു. സിമി, ഒന്ന് ഇങ്ങോട്ട് വാ, രേഷ്മ പതർച്ചയോടെ വിളിച്ചു. ഓ, എന്താ? മനുഷ്യനെ ഒന്ന് വെറുതെ ഇരിക്കാനും സമ്മതിക്കില്ലേ? സിമി പ്രാഗി വന്നതും മുന്നിൽ ത്രിലോകിനെ കണ്ട് പകച്ചു. എന്താ? ത്രിലോകിനെ നോക്കി രേഷ്മയുടെ അടുത്തേക്ക് നിന്നു സിമി. ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്ക്, ത്രിലോക് പറഞ്ഞു. ഞാനോ? സിമി ചോദിച്ചു. പിന്നെ? എനിക്ക് പറ്റില്ല. പറ്റില്ലേ? ഇല്ല. എന്നാൽ രണ്ടാളും ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. വരണ്ടെന്ന് പറഞ്ഞാലും വലിഞ്ഞു കയറി വന്നോളും, ത്രിലോക് രൂക്ഷമായി പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു. ഇവൻ എപ്പോ എത്തി? സിമി ചോദിച്ചു. കുറച്ചു നേരമായി, രേഷ്മ പറഞ്ഞു. ചേ, അവളുടെ അമ്മേനെ ഒന്ന് ദ്രോഹിച്ച് സൂചിച്ചു വരുമായിരുന്നു. അപ്പോഴേക്കും എല്ലാം നശിപ്പിച്ചു, സിമി പറഞ്ഞു. പാത്രങ്ങൾ കഴുകി വെക്ക്, അല്ലെങ്കിൽ തിരികെ പോവാം, രേഷ്മ പറഞ്ഞു. ചേ,
രേഷ്മ ദേഷ്യത്തിൽ തറയിൽ ചവിട്ടിക്കൊണ്ട് സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങൾ കഴുകി വയ്ക്കാൻ തുടങ്ങി. ത്രിലോക് തൻ്റെ മുറിയിലേക്ക് ചെന്ന് ഡോർ ലോക്ക് ചെയ്ത് മറ്റൊരു ഫോണിൽ നിന്ന് വൈദുവിനെ വിളിച്ചു. കുറച്ചുനേരം സംസാരിച്ച് അവളെ സമാധാനിപ്പിച്ചു കഴിഞ്ഞാണ് ഫോൺ വെച്ചത്. എത്തിയ വിവരം അജയെ വിളിച്ചു പറഞ്ഞു. ഉടനെ തന്നെ ഓഫീസിൽ വരാൻ പറഞ്ഞെങ്കിലും നാളെ വരാമെന്ന് പറഞ്ഞ് ത്രിലോക് ഫോൺ കട്ട് ചെയ്തു. മോനെ എന്നുള്ള വിളിയോടൊപ്പം ഡോറിൽ തട്ട് കേട്ടപ്പോൾ ത്രിലോക് വേഗം ഡോർ തുറന്നു. വൈദുവിൻ്റെ അച്ഛനും അമ്മയുമാണ്. രണ്ടാളും നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. മോൻ വന്നെന്നറിഞ്ഞപ്പോൾ ഉടനെ കാണണമെന്ന് പറഞ്ഞു. ശാന്തി പറഞ്ഞു. എന്താ അച്ഛാ? ത്രിലോക് അയാളുടെ വിറയ്ക്കുന്ന കൈകളിൽ പിടിച്ചു. രണ്ടാളും പിടിച്ച് അച്ഛനെ ബെഡിലിരുത്തി. അച്ഛൻ പറയാ തിരിച്ചു പോവാമെന്ന്. എനിക്കും അത് നല്ലതാണെന്ന് തോന്നി, ശാന്തി പറഞ്ഞു. അതെന്താ ഇപ്പോൾ അങ്ങനെ? ത്രിലോക് ചോദിച്ചു. അത് പിന്നെ ഞങ്ങൾക്ക് എന്നും ഇവിടെ നിൽക്കാൻ പറ്റൂ, ശാന്തി പറഞ്ഞു. അതിനെന്താ, ഇവിടെ നിൽക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ? ത്രിലോക് ചോദിച്ചു. ഏയ് അതല്ല, പോയവർ പോയി. അതോർത്ത് മോൻ്റെ ജീവിതം നശിപ്പിക്കരുത്. മോൻ ചെറുപ്പമാണ്, ഇനിയും ഉണ്ട് ജീവിതം മുന്നിൽ, ശാന്തി പറഞ്ഞു. ത്രിലോക് വന്ന ചിരി അടക്കി നിർത്തി. ഈ പറയുന്നത് വൈദു അറിഞ്ഞാൽ അത് മതി. എന്നെ മകനായി കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ, ത്രിലോക് പറഞ്ഞു. രണ്ടാളുടെയും കണ്ണുകൾ നിറഞ്ഞു. ത്രിലോകിന് അത് കണ്ടപ്പോൾ വല്ലാതായി. ത്രിലോക് വേഗം അവരുടെ അടുത്ത് ചെന്ന് അവരുടെ കൈ പിടിച്ച് തൻ്റെ നെഞ്ചിൽ ചേർത്തു. അച്ഛനും അമ്മയും എന്നും എൻ്റെ കൂടെ വേണം, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാവും. ത്രിലോകിൻ്റെ കണ്ണും നിറഞ്ഞു. അച്ഛൻ പെട്ടെന്ന് അമ്മയെ നോക്കിക്കൊണ്ട് എന്തൊക്കെയോ ആക്ഷൻ കാണിച്ചു. അമ്മ കണ്ണീരോടെ തലയാട്ടി. എന്താ അമ്മേ, അച്ഛൻ എന്താ പറഞ്ഞത്? ആരെന്ത് പറഞ്ഞാലും നമ്മുടെ മോനെ വിട്ടു പോവരുതെന്ന്, അവനെ ഒറ്റയ്ക്കാക്കരുതെന്ന്. ശാന്തി സാരി തലപ്പുകൊണ്ട് മിഴികൾ തുടച്ചു. ത്രിലോക് സന്തോഷത്തോടെ അച്ഛൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. ശാന്തി ഡോറിലേക്ക് നോക്കിയപ്പോൾ ത്രിലോകും തിരിഞ്ഞു നോക്കി. രേഷ്മയാണ്. ത്രിലോക് ചോദിച്ചു. ഫുഡൊന്നും കഴിക്കണ്ടേ? ആരെങ്കിലും അത് അന്വേഷിച്ചു. പൂങ്കണ്ണീര് മാത്രമുണ്ട്, രേഷ്മ പറഞ്ഞു. ഓ, മോനെ കണ്ട സന്തോഷത്തിൽ എല്ലാം മറന്നു, ശാന്തി പതർച്ചയോടെ പറഞ്ഞു. അമ്മ കഴിച്ചോ? ത്രിലോക് ചോദിച്ചു. ശാന്തി രേഷ്മയെ ഒന്ന് നോക്കി. അപ്പോഴേ ത്രിലോകിന് കാര്യം മനസ്സിലായി. അമ്മയും അച്ഛനും വാ, നമുക്ക് ഒരുമിച്ചിരിക്കാം, ത്രിലോക് പറഞ്ഞ് നേരെ രേഷ്മയുടെ നേരെ തിരിഞ്ഞു. ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളും നിങ്ങളുടെ കൂടെ ഉള്ളവളും ഈ വീട് വിട്ടു പോയിരിക്കണം, ഇല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളും, ത്രിലോക് ദേഷ്യത്തോടെ പറഞ്ഞതും രേഷ്മ ഭയത്തോടെ 2 ചുവട് പുറകിലേക്ക് വെച്ചു. ത്രിലോക് ചെന്ന് ഡോർ അടച്ചു. രേഷ്മ ഭയത്തോടെ 2 സെക്കൻഡ് അവിടെ തന്നെ നിന്നു. പിന്നെ വേഗം സിമിയുടെ അടുത്തേക്ക് ഓടി. വാ ഇറങ്ങാം. രേഷ്മ വേഗം ഡ്രസ്സെല്ലാം ബാഗിലേക്ക് എടുത്തു വയ്ക്കാൻ തുടങ്ങി. ഇറങ്ങ്. എങ്ങോട്ട്? സിമി ചെവിയിൽ നിന്ന് ഹെഡ്സെറ്റ് എടുത്തു. ത്രിലോക് വേഗം ഇറങ്ങാൻ പറഞ്ഞു. കുറച്ചു മുമ്പല്ലേ പോവണ്ടെന്ന് പറഞ്ഞത്, പിന്നെ എന്ത് പറ്റി? എനിക്കറിയില്ല. ഇനി വീണ്ടും ആ പട്ടിക്കൂട്ടിലേക്ക്. സിമി മടുപ്പോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഇനി അധികം നാളൊന്നുമില്ല, കുറച്ചുകൂടി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും, രേഷ്മ പറഞ്ഞപ്പോൾ സിമി ചിരിച്ചു. രണ്ടാളും വേഗം തന്നെ ഇറങ്ങി. ത്രിലോകും അച്ഛനും അമ്മയും ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ രണ്ടാളെയും കണ്ടില്ല. അവൻ ക്രൂരമായ ചിരിയോടെ ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു. പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അപ്പച്ചി വന്നത്. എവിടെയായിരുന്നു നീ? ഞങ്ങൾ എവിടെയൊക്കെ തിരഞ്ഞെന്നറിയോ? മോഹിനി പറഞ്ഞു. എന്താ അപ്പച്ചി, ആത്മഹത്യ ചെയ്യുമെന്ന് കരുതിയോ? ത്രിലോക് ചിരിച്ചു. നിനക്ക് തമാശ. എനിക്ക് ഇവിടെ ഇരുന്നാൽ ഭ്രാന്തെടുക്കുമെന്ന് തോന്നി, അതാ. ത്രിലോക് തലതാഴ്ത്തി. പോയവർ പോയി, ഇനി വിഷമിക്കാൻ നിൽക്കരുത്. നിനക്ക് വിഷമമില്ലെന്ന് ഞാൻ പറയില്ല, പക്ഷേ മറക്കാൻ ശ്രമിക്കണം. മോഹിനി അവൻ്റെ കവിളിൽ തട്ടി. ത്രിലോക് ആ കവിളിൽ വെച്ച കൈക്ക് മേലെ കൈവച്ചു. ശ്രമിക്കാം അപ്പച്ചി. മോഹിനി പുഞ്ചിരിച്ചു. സുഖല്ലേ ചേച്ചി? പുറകിൽ നിൽക്കുന്ന ശാന്തിയെ നോക്കി. സുഖം. വരണ്ട ചിരി കൊടുത്തു അവർ. നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ദാ ഇറങ്ങാൻ നിൽക്കുന്നു, ത്രിലോക് പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. മോഹിനി എല്ലാവരെയും നോക്കി തലയാട്ടി. മോഹിനി ഇറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞ് ത്രിലോകും ഇറങ്ങി. ഓഫീസിൽ പോയതും എല്ലാ സ്റ്റാഫും ത്രിലോകിന് ചുറ്റും കൂടി. ഇത്ര നാളും കാണാതിരുന്നതിൻ്റെ ആശങ്കയാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അജിയും നേമിയും കുറച്ചു കഴിഞ്ഞാണ് എത്തിയത്. കണ്ട ഉടനെ അജി ത്രിലോകിന് കഴുത്തിന് കുത്തിപ്പിടിച്ചു. തെണ്ടി, എന്ത് പോക്കാടാ? ത്രിലോക് ചിരിയോടെ അവനെ പുണർന്നു. ഇവിടെ നിന്നിരുന്നേൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടേനെ. ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്, ത്രിലോക് പറഞ്ഞു നിർത്തുമ്പോൾ നെമിയെ നോക്കി. അവളുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു. കുറച്ചുനേരം സംസാരിച്ചിട്ട് അജി തൻ്റെ ക്യാബിനിലേക്ക് പോയി. നെമി അക്കൗണ്ട് സെക്ഷനിൽ പോയിട്ട് തിരികെ ത്രിലോകിൻ്റെ ക്യാബിനിലേക്ക് തന്നെ വന്നു. കണ്ടോ? നെമി ഡോറിൽ തട്ടി. ത്രിലോക് കമ്മിങ് പറഞ്ഞതും അവൾ ഡോർ തുറന്ന് ആദ്യം ചോദിച്ചത് അതാണ്. ഇങ്ങോട്ട് വാ, ത്രിലോക് പുഞ്ചിരിച്ചു. കണ്ടോ? ത്രിലോക് ഒന്ന് നിശ്വസിച്ച് എല്ലാം പറഞ്ഞു. കണ്ടോ? അത് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് ത്രിലോക് കൈ കാണിച്ച സീറ്റിലേക്ക് അവളിരുന്നു.
തേജസ്സിനെ എനിക്കറിയാം. അമ്മാവൻ്റെ കൂട്ടുകാരൻ്റെ മോളാണ്, നെമി പറഞ്ഞു. ത്രിലോക് അമർത്തി മൂളി. അജിത് സാർ ഇതിൻ്റെ ഇടയ്ക്ക് മാരേജ് വേണമെന്ന് പറയുന്നു, നെമി പറഞ്ഞു. ഇപ്പോഴൊന്നും വേണ്ട, ഞാൻ പറയാം അവനോട്. നെമി സൂക്ഷിക്കണം. വൈദു, ത്രിലോക് സാർ ഒന്നും അറിയരുതെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ. നെമി തല താഴ്ത്തി. അതൊന്നും സാരമില്ല. താൻ ആ നമ്പർ തന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥയോ. എന്തായാലും താങ്ക്സ്. ത്രിലോക് പുഞ്ചിരിച്ചു. നെമി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. ത്രിലോക് പെയിൻറ്റിങ് വർക്കൊക്കെ എടുത്തു നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ കയ്യിൽ സൂക്ഷിച്ച ചെറിയ നോക്കിയ കീപാഡ് ഫോൺ എടുത്ത് വൈദുവിന് മെസ്സേജ് അയച്ചു. തിരിച്ചുള്ള ആളുടെ റിപ്ലൈ കണ്ട് ചെറിയ ചിരിയോടെ ഫോൺ എടുത്തു വെച്ചു. അജയ് പിന്നെ കാണുന്നത് ഉച്ചയ്ക്കാണ്. രണ്ടാളും പതിവ് സ്ഥലത്ത് വന്നിരുന്നു. വിവാഹം ഇപ്പോൾ തന്നെ വേണോടാ, അപ്പച്ചി എതിർത്ത്. എനിക്കത് നല്ലതാണെന്ന് തോന്നുന്നില്ല, ത്രിലോക് പറഞ്ഞു. വേണം. അമ്മയ്ക്കിപ്പോൾ ഒരുപാട് വാശി. ഇനി അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, താലി കെട്ടിക്കഴിഞ്ഞ് ഇനി അവളുടെ വിരൽത്തുമ്പിൽ പോലും തൊടുകയുള്ളൂ എന്നൊരു വാക്കും പറഞ്ഞിട്ടുണ്ട്, അജി പറഞ്ഞു. ത്രിലോകിന് ചിരി വന്നെങ്കിലും ഗൗരവത്തോടെ ഇരുന്നു. അതിനു വേണ്ടിയാണോ വിവാഹം കഴിക്കുന്നേ? ഏയ്, എനിക്ക് അവളെ അങ്ങനെ കൈവിടാൻ തോന്നുന്നില്ല. അമ്മ എതിർക്കുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മയെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ ഞാനൊരു ഇഷ്ടം പറഞ്ഞപ്പോൾ അമ്മയ്ക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അജി മടുപ്പോടെ മുഖം കുനിച്ചു. പിന്നെ എന്താ നിന്റെ പ്ലാൻ? മാരേജ് ഉടനെ ഉണ്ടാവും. അജി അതും പറഞ്ഞ് എഴുന്നേറ്റു. ത്രിലോക് ചിരിയോടെ അവൻ പോകുന്നതും നോക്കിയിരുന്നു. ത്രിലോകിൻ്റെ ഫോണ് ബെല്ലടിച്ചു. അപ്പച്ചിയാണ്. അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്ത് പിടിച്ചു. അജിയോട് സംസാരിച്ചോ? അപ്പച്ചി ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. എന്തായാലും മാരേജ് നടക്കട്ടെ. എന്തെങ്കിലും കാട്ടട്ടെ. അപ്പച്ചി ഫോണ് കട്ട് ചെയ്തു. മറ്റന്നാളാണ് ഡേറ്റ്. അമ്മ വന്നില്ലെങ്കിൽ വേണ്ട, നീ വരില്ലേ? വൈകുന്നേരം ഇറങ്ങുന്ന നേരത്ത് അജി ത്രിലോകിനെ പ്രതീക്ഷയോടെ നോക്കി. വരും, ത്രിലോക് പറഞ്ഞു. രാത്രി അച്ഛനോടും അമ്മയോടും ത്രിലോക് എല്ലാം തുറന്നു പറഞ്ഞു. ശാന്തി കുറേ നേരം ഇരുന്ന് കരഞ്ഞു. അച്ഛന് സന്തോഷം കൊണ്ട് ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വൈദു ജീവനോടെ ഉണ്ടെന്ന് ആരും അറിയരുതെന്ന് തൽക്കാലം ദുഃഖം അഭിനയിക്കാൻ ത്രിലോക് പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും അതനുസരിക്കേണ്ടി വന്നു. പിറ്റേന്ന് അജിയും നെമിയും ലീവാക്കി. മാരേജ് ഷോപ്പിംഗ് കുറച്ചുണ്ടായിരുന്നു. വൈകിട്ട് അവളെ കൊണ്ടുവന്നാക്കി തിരിച്ച് ഓഫീസിലേക്ക് തിരികെ ചെന്നു. കഴിഞ്ഞോടാ? ത്രിലോക് ലാപ്പിൽ നിന്ന് മുഖമുയർത്തി. കഴിഞ്ഞു. അജി ക്ഷീണത്തോടെ ചെയറിലേക്ക് ഇരുന്നു. വഴിയിൽ വെച്ച് വിജിയെ കണ്ടു. ത്രിലോക് പെട്ടെന്ന് ഗൗരവത്തോടെ അവനെ നോക്കി. എന്നിട്ട്? അവൻ നെറ്റി ചുളിച്ചു. എന്നിട്ടെന്താ? നെമി എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ത്രിലോക് ലാപ്പ് അടച്ചു വെച്ചു. കഴിഞ്ഞു. ഇറങ്ങാം. വിശാഖൻ അത്ര നല്ല ആളല്ല, ത്രിലോക് പറഞ്ഞു. അതെന്താ? അജി ചോദിച്ചു. അറിഞ്ഞു, ത്രിലോക് പറഞ്ഞു. അജിക്ക് അത് കേട്ടപ്പോൾ മനസ്സിന് എന്തോ അസ്വസ്ഥത തോന്നി. അവൻ ഫോണെടുത്ത് നെമിയെ കോൾ ചെയ്ത് വേഗം പുറത്തേക്ക് ഇറങ്ങി. ത്രിലോക് സംശയത്തോടെ നോക്കി. ത്രിലോക്, അജി ഉറക്കെ വിളിച്ച് അകത്തേക്ക് കയറി.